ഏവർക്കും സ്നേഹമേറിയ സ്വാഗതം. ഈ വീഡിയോയിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ മുരുകേഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏവരുമായി ഞാൻ പങ്കിട്ട വീഡിയോകളോട് പ്രതികരിച്ച വിധത്തിൻ്റെ ചാരുത, അർത്ഥസാന്ദ്രത, ആഴം ഇവ ഞാൻ നന്നേ ആസ്വദിക്കുന്നത് കൊണ്ട്, ഞാൻ വളരെയധികം വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും അപ്രകാരമായിരിക്കും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ ശ്രമിക്കട്ടെ. ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വിലയേറിയ ആശയം, നാം എന്തു ചെയ്യുന്നു എന്നത് തീർച്ചയായും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഒരു പക്ഷേ പ്രാധാന്യം അർഹിക്കുന്നതാണ് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഒരുത്തൻ്റെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടോട് കാണിച്ചു കൊടുക്കുക. അവൻ്റെ സംസ്കാരമനുസരിച്ച്, അവൻ്റെ വളർച്ചയനുസരിച്ച് അവൻ്റെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുന്നത് കൈകൊണ്ടാണ്, കരവിരുത് കൊണ്ടാണ്. അത് മാത്രമേ അവൻ അറിയത്തുള്ളൂ. എന്നാൽ അങ്ങനെ അവൻ്റെ പരിമിതിയിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ അതിനോട് നീ പ്രതികരിക്കുന്ന വിധത്തിൽ കൂടെ അവൻ്റെ പരിമിതികളെ അതിജീവിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിനക്കയ്യോ കഷ്ടം. ഇത് വളരെ വിലയേറിയ ഒരു ആത്മീയ തിരിച്ചറിവായി ഞാൻ യേശുവിൽ നിന്ന് പ്രാപിച്ചതായതുകൊണ്ട് ഇത് വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു വസ്തുതയാണ്, വിശദീകരിച്ച് പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും അതിനെ കൂട്ടാക്കാതെ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന പോലെ തീർച്ചയായും ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയുടെ ആശയ സൗന്ദര്യത്തെ അതിജീവിച്ചുകൊണ്ട് ശ്രീ മുരുകേശൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ, വെളിച്ചം, ആത്മീയ ബൗദ്ധിക സമ്പത്ത് അറിയാതെ തന്നെ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ അതിമനോഹരമായി സാംസ്കാരിക വെളിച്ചം ഉൾക്കൊള്ളുന്ന വിധത്തിൽ പ്രതിപാദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി, അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ നന്മ, അതിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയാതെ പോകരുത് എന്നതുകൊണ്ട് മാത്രം ഞാൻ തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഇനി ഞാൻ യാതൊരു വിശദീകരണവുമില്ലാതെ വായിച്ച് ഈ വീഡിയോ ഉപസംഹരിക്കുന്നതായിരിക്കും. ഞാൻ പങ്കിട്ട നരകമുണ്ട് അതിതാണ് എന്ന വീഡിയോയോട് ശ്രീ മുരുകേശൻ ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്: അറിഞ്ഞു, ഭയപ്പെട്ടു, കുഴിച്ചിട്ടു. ഇത് നരകത്തിൻ്റെ മാർഗം. ഒരു മഹത്തായ ദാർശനിക സത്യം സാധാരണ ജനത്തിനെ ബോധ്യമാക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ഒറ്റ നോട്ടത്തിൽ ലളിതമെന്ന് തോന്നുന്ന ഈ ബൈബിൾ കഥ. ഇതിൻ്റെ ആഴവും പരപ്പും നരകസ്വർഗ പാഠമായി പറഞ്ഞതുവഴി ഏവരും പ്രത്യക്ഷത്തിൽ കാണാതെ പോകുന്ന ഒരു വസ്തുത നമുക്ക് പകരുന്നതായി ഫാദറിൻ്റെ ക്ലാസ്. പാത്രമറിഞ്ഞ് വിളമ്പാവൂ എന്ന് സാധാരണയായി പറയപ്പെടുന്നൊരു നാടൻ പ്രയോഗം ഭൗതിക ജീവിതത്തിലെ ഈ ദാർശനിക പൊരുളിൻ്റെ നേർപ്രയോഗമാണ് എന്ന് കരുതാം. പക്ഷേ പഴഞ്ചൊല്ലിൽ അർഹനെ കൈയൊഴിയുമ്പോൾ ഈ ബൈബിൾ കഥ സ്വർഗനരകങ്ങളുടെ ഒരു ലളിത പാഠമായി മാറി ഫാദറിൻ്റെ ലളിത വ്യാഖ്യാനത്തിലൂടെ എന്ന സവിശേഷത എടുത്ത് പറയേണ്ടതാണ്. പ്രതികരിക്കുന്ന വിധം എത്രമാത്രം സൗന്ദര്യം നിറഞ്ഞതാകാം, ചാരുത തുളുമ്പുന്നതാകാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇതൊരു വ്യക്തിയുടെ ആധ്യാത്മിക ബൗദ്ധിക സംസ്കാരത്തിൻ്റെ നന്മയുടെ പ്രകടനമാണ്. അറിയാതെ അത് വെളിയിൽ വരുന്നതാണ്. ഇനിയും വേറൊരു വീഡിയോ, ഈസ് ദ ഗോഡ് ഓഫ് റെവലേഷൻ ഡെഡ് എന്ന ഇംഗ്ലീഷിൽ ഉള്ള വീഡിയോയോട് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഞാനത് വായിക്കാൻ പോവുകയാണ്. ദ ഗോഡ് ഓഫ് റെവലേഷൻ ഡെഡ് എന്ന ഈ വീഡിയോ
is really a mind-boggling analysis thrown to the believers in general. Natural religion doesn't need any form of revelation, and it is open for lively and truthful spiritual attainment. It is not confined to petrified dogmas or ritualistic practices to be closeted inside the limited sanctuary of established churches. It is ever open. To act is to reveal continuously, where God is an ever-living entity. Revealed religions face the paradox of only finished or closed revelations of Almighty God. Really a mind-boggling revelation from Father Tampu. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇനിയും അടുത്ത വീഡിയോ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു കൺഫസ് ജീസസ് ആസ് വൺസ് പേഴ്സണൽ സേവിയർ എന്ന ശീർഷകത്തിൽ ഞാൻ പങ്കിട്ട വീഡിയോയോട് അദ്ദേഹം ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് പ്രതികരിച്ചിരിക്കുന്നത്. എവ്രി ബർത്ത് ഇൻ ദിസ് വേൾഡ് ഈസ് യുണീക്ക് ആൻഡ് വിത്ത് എ പർപ്പസ്. By discharging this duty, the life becomes fruitful. We have to do this in a disinterested way, that is, without the motive of getting something in return for the doer. I see an analogy in the Gita saying, Kamneva ധൃകരാഷ്ട്രേ. എനിക്ക് സംസ്കൃതം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. ഇറ്റ് മീൻസ്, എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: we have to do our duties, karmas, without any longing for returns. Be unattached to the fruits of your labor. Nishkama karma. Christ reminds us that whatever he did for the people was the purpose of his coming into being as desired by the Almighty God. All are to do likewise in their own unique way to make any life fruitful in this world itself. A threadbare analysis by Father Valsan Tampu for a more valuable and creative life of action. മുരുകേശൻ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ആത്മാവിനെ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ അടുത്ത വീഡിയോ, ക്രിസ്ത്യൻസ് ഓഫ് അമേരിക്ക ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ ഞാൻ പങ്കിട്ടതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: Christians of America, lend me your ears, is a solemn advice to the Trumpian or Christian Americans to open their eyes and see the futuristic writings on the wall everywhere in this world and be cautious to save them from a catastrophic end. In reality, North America was a homeland of native Red Indians till it was colonized 400 years ago by the influx of European whites, whether Christian or not. This is a fact of history. The colonizers brutally liquidated the native Indians there by sheer gunpowder power. They can at most claim the preponderance on the North American soil of a period of 4 centuries at the maximum. We should not forget the white British colonized and pilfered India for a period of 2.5 centuries. Of course, they did something good also to India, but that did not give them the prerogative to rule India forever or claim that this land is the property of white British. Hardly with a difference of 1.5 centuries more, how can Trump and his fellow whites with European antecedents claim more authority of North American land than the neighboring Hispanic, that's South Americans, Africans, Asians and others? It is a preponderance of economic power and army power that makes them say that it is their family property. One more word, whatever aid they extended to others outside America is from the riches of American soil or pilfered from other powerless population or countries outside the periphery of US. Someday in the near future, that dominion will end, I am sure. That is Murugeshan's idea, and I have to agree with him that no nation will be allowed to exercise unending hegemony over the affairs of the nation. ചരിത്രത്തിൽ 23 പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ, സിവിലൈസേഷൻസ് ഉയരുകയും മണ്ണടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംസ്കാരവും സനാതനമായ നിയന്ത്രണം
ഈ ഭൂമിയുടെ പരപ്പിൽ സ്ഥാപിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല. ഇനി ഫലം കായ്ക്കുന്ന ആത്മീയത, വിഷം ചീറ്റുന്ന വർഗീയത എന്ന ശീർഷകത്തിൽ ഞാൻ പങ്കിട്ട വീഡിയോയോടുള്ള മുരുകേശൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്. എ ടെമ്പിൾ ഓഫ് തോട്ട്സിൽ കൂടെ ഫാദർ വത്സൻ തപ്പു തുടരുന്ന വചന ശുശ്രൂഷകളിൽ ഭാഗഭാക്കാവുന്ന ഏതൊരു അക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളവും അയാൾക്ക് ഒരു ക്രിസ്തീയ സഭയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥാപിത താല്പര്യവും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടാവാനിടയില്ലല്ലോ. അതുകൊണ്ട് തന്നെ യേശുവചനങ്ങളുടെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊള്ളുവാൻ അവർക്ക് ഒരു വിഷമവും ഉണ്ടാകുവാനിടയില്ല എന്ന സന്ദർഭവശാൽ സൂചിപ്പിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന ആത്മീയത വേഴ്സസ് വിഷം ചീറ്റുന്ന വർഗീയത എന്ന വീഡിയോ പ്രഭാഷണ ശകലത്തിലേക്ക് കടക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവ് തോട്ടക്കാരനും ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളോ മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുമാർ വസിക്കുന്ന കൊമ്പുകളുമാകുന്നുവെന്ന് യേശു വചന വ്യാഖ്യാനം കേട്ടു. കൊച്ചുകുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ തൻ്റെ വിൽപ്പത്തി അല്ലെങ്കിൽ പാണ്ഡിത്യം സമർപ്പണം ചെയ്ത ഒരധ്യാപകൻ്റെ ചാരുതയേറിയ ഈ വചന ശുശ്രൂഷ അതിൻ്റെ ഉദ്ദേശശുദ്ധിയാലും വ്യാഖ്യാന പഠിത്വത്തിലും എല്ലാ സീമകളെയും ഉല്ലംഘിച്ച് നിലകൊള്ളുന്നു. ഗോദ്രേജ് അലമാര തന്നിൽ ചേരാത്ത താക്കോൽ കൂട്ടത്തോട് പറയുന്നു, നിങ്ങൾക്കെന്നോട് എന്ത് ബന്ധം? മനോഹരമായ കൽപ്പനാ വൈഭവം തന്നെ. മുന്തിരിവള്ളിക്ക്, അതായത് യേശു, എല്ലാ മനുഷ്യരോടും വിഭാഗീയതയുടെ കറ പുരളാത്ത വാത്സല്യമാണ്. അങ്ങനെ സർവ്വലോകത്തിനും സ്വന്തമായ യേശുദേവൻ തനിക്കോ തങ്ങൾക്കോ മാത്രം സ്വന്തമെന്ന് ചിന്തിച്ച് ആരെങ്കിലും മനസ്സും ശരീരവും പുണ്ണാക്കിയാൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അത്തരക്കാർക്ക് ക്രിസ്തുവും ക്രിസ്തുവചനങ്ങളും അപ്രാപ്യമാണെന്ന് അവർ സ്വയം അംഗീകരിക്കുന്നു എന്ന്. ബഹുസ്ഫുരതയെ അനുപേക്ഷണീയമായ ഒരു യാഥാർത്ഥ്യമെന്ന് സ്വയം അറിഞ്ഞ് മറ്റുള്ള എല്ലാവരെയും സഭകളെയും ക്രിസ്തുദേവൻ്റെ മഹനീയത ഉൾക്കൊള്ളുന്ന സകല മാനവരെയും ഉൾക്കൊള്ളണമെന്ന അദമ്യമായ മോഹത്തോടെ അക്ഷീണം ഫാദർ തമ്പു നടത്തിവരുന്ന യേശു വചന ശുശ്രൂഷകൾ സർവാത്മന കണ്ണുള്ളവർ കാണുകയും ചെവിയുള്ളവർ കേൾക്കുകയും ചെയ്യും. ഇതിന് ഫലം തരുന്നത് കാലത്തിൻ്റെ ധർമ്മമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥത്തെ യാതൊരു ശങ്കയുമില്ലാതെ, അറപ്പുമില്ലാതെ, ഭയവുമില്ലാതെ സ്വീകരിപ്പാൻ ക്രിസ്ത്യാനികളെക്കാൾ സതുദ്ദേശം ഉള്ള അക്രൈസ്തവർക്കാണ് സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വലിയ ഒരു സത്യമുണ്ട്. കഴിഞ്ഞ 40 വർഷത്തെ എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഭാഗ്യവശാൽ അനേക സാഹചര്യങ്ങളിൽ, അനേക ഇടങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ, അനേക സ്റ്റേജുകളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ആസ്പദമാക്കി ചിന്തകൾ പങ്കിടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവയുടെ ലിസ്റ്റ് അനന്തമാണ്. ഈ സമയത്തൊക്കെയും ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യം, ഈ നല്ല വചനം കേട്ട് കാത് തഴമ്പിച്ച് പോയ ക്രിസ്ത്യാനിയേക്കാൾ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആഴവും സൗന്ദര്യവും ഗാംഭീര്യവും തിരിച്ചറിഞ്ഞ് അവയെ ഉൾക്കൊള്ളുവാൻ കൂടുതൽ താല്പര്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നത് അക്രൈസ്തവർ തന്നെയാണ്. അതുകൊണ്ട് എക്കാലത്തും അക്രൈസ്തവർ എന്ന് ക്രിസ്ത്യാനികൾ മുദ്ര കുത്തുന്ന ആളുകൾ, ക്രിസ്ത്യാനിയെന്നും അക്രൈസ്തവനും എന്നുള്ള വേർതിരിവൊന്നും ഞാൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരും ദൈവം സൃഷ്ടിച്ച കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്നും അതുകൊണ്ട് ഒരേ ആത്മീയ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങൾ മാത്രമാണെന്നുമെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ചിലർക്ക് വേണ്ടി മാത്രം ദൈവം കരുതുന്നു, ബാക്കിയുള്ളവരെ ദൈവം തള്ളി വെളിയിൽ കളയുന്നു എന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരമാണ്, ബാലിശമാണ്. അത് മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വളരെ ലജ്ജാകരമായ സങ്കല്പങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരുടെയും പൊതു സ്വത്താണിത്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള വെളിച്ചമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. വെളിച്ചം ചില സഭകളുടെ വേലിക്ക് അകത്ത് മാത്രമോ, അല്ലെങ്കിൽ ചില മതങ്ങളുടെ
നാലുകെട്ടിനകത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നവൻ ഭ്രാന്തുള്ളവനല്ലേ? അപ്പോൾ യേശു ഉപയോഗിച്ചിട്ടുള്ള പ്രതീകങ്ങൾ മുഴുവൻ നോക്കിയാൽ അത് മുഴുവൻ സാർവലൗകികമാണ്. മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗീയ ചിന്തകളും യേശുവിന് സ്വീകാര്യമായിരുന്നില്ല എന്നത് സുവിശേഷം അബദ്ധത്തിലെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും തിരിച്ചറിയുന്നതാണ്. പക്ഷേ അപ്രകാരം വളരുവാനുള്ളൊരു ഭാഗ്യം ക്രിസ്ത്യാനികൾക്ക് മാത്രം ലഭിച്ചില്ല എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. സങ്കുചിതമായ മനോഭാവം വെച്ചു പുലർത്തുന്നതാണ് ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത എന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണം ക്രിസ്ത്യാനി അധപ്പതിച്ചു പോയല്ലോ എന്നോർത്ത് ഞാൻ കണ്ണീർ വാർക്കുന്നു. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ മുരുകേഷിനെ പോലെയുള്ള ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, വ്യക്തിത്വത്തിൽ വെളിച്ചം കൊണ്ട് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നന്മ കാണുമ്പോൾ അത് അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് മാത്രവുമല്ല, അത് ഏവരുമായി ഇടുന്നതും എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഏതായാലും നിങ്ങളെ അനേകം ആളുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന വീഡിയോയോട് വളരെ സശ്രദ്ധം പ്രതികരിക്കുന്നത് എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട്. ഒരു പക്ഷേ പ്രേക്ഷകർ പ്രതികരിക്കുന്ന വിധത്തിലെ സമ്പത്തും ആഴവും വെളിച്ചവും മാനദണ്ഡമായി പരിഗണിച്ചാൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിന് അതിൻ്റേതായ വില ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസം ഈ ദൗത്യം തുടരുന്നതിൽ എന്നെ നന്നേ സഹായിക്കുന്നുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. മുരുകേഷിനെ പോലെയുള്ള എല്ലാ നല്ല സഹോദരന്മാർക്കും എൻ്റെ കൂപ്പുകൈ.